സോ മേറ്റീവ് എന്ന ബ്രാൻഡ് നമുക്കൊരു ഗിഫ്റ്റ് ബോക്സ് അയച്ചു തന്നിരിക്കുകയാണ്. എന്താണ് ഈ ഗിഫ്റ്റ് ബോക്സിനകത്തുള്ളതെന്നൊന്നും നമുക്കറിയത്തില്ല. കാരണം മേറ്റീവിന്റെ ഈ ബോക്സിനകത്ത് മേറ്റീവ് എന്ന് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. സോ ഇന്ന് നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബോക്സിനകത്തുള്ള പ്രൊഡക്റ്റ് ഏതാണ്, അതിനെ പറ്റിയുള്ള റിവ്യൂ ഒക്കെയാണ് നമ്മൾ ഇന്ന് ചെക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഇപ്പൊ തന്നെ മസ്റ്റ് ബി ലൈക്ക് ചെയ്തേക്കുക. സോ മേറ്റീവിന്റെ ഈ ഒരു വലിയ ബോക്സ് അൺബോക്സ് ചെയ്യുമ്പോൾ അതിനകത്ത് ചെറിയൊരു ബോക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ബോക്സ് കാണുമ്പോൾ തന്നെ അറിയാം എന്താണ് ആ ഒരു ബോക്സിനകത്തുള്ളത് എന്ന്. അതിന്റെ ഫോട്ടോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മുടെ കിട്ടിയിട്ടുള്ളത് കോസ്മിക് ബഡ്സ് എന്ന് പറഞ്ഞ ഒരു TWS ആണ്. ബോക്സ് ഫസ്റ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് പേപ്പർ വർക്ക്സും സ്റ്റിക്കേഴ്സും ഒക്കെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ആയിട്ട് ഒരു ബോക്സിനകത്ത് കേബിൾ എന്തെങ്കിലും നോക്കിയ സമയത്ത് ഇതിനകത്ത് കേബിൾ ഒന്നും തന്നെ കണ്ടില്ല. അങ്ങനെ ലഭിച്ചാൽ പോലും നമ്മൾ ആരും അത് യൂസ് ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ടായിരിക്കും അവർ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തുകൊണ്ടോ അത് നന്നായി പറയത്തുള്ളൂ. ഫൈനലി മറ്റൊരു കവറിനകത്ത് നമ്മുടെ TWS ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇംപ്രസ് ആയിട്ടുള്ളത് ഇതിന്റെ ഡിസൈൻ തന്നെയാണ്. കാരണം പറഞ്ഞാൽ വളരെ കോമ്പാക്ട് ആയിട്ടുള്ള ഡിസൈനിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വളരെ വെയിറ്റ്ലെസ് ആണ്. അതുപോലെ തന്നെ വെയിറ്റ് ഒന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ വളരെ കോമ്പാക്ട് ഉള്ളതും പോക്കറ്റിലൊക്കെ ഒതുങ്ങുന്ന സൈസിലാണ് ഇത് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഫ്രണ്ടിലായിട്ട് നമുക്ക് മേറ്റീവിന്റെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെയായിട്ട് ജസ്റ്റ് ഒരു സ്ട്രിപ്പ്, അതായത് LED സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. ബാക്കിലായിട്ട് നമുക്കൊരു ടൈപ്പ് സി പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് അതിന്റെ ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ആയിട്ട് ഇതിന്റെ കണക്ടിവിറ്റി നോക്കുവാണെങ്കിൽ ബ്ലൂടൂത്തിന്റെ 5.2 വെർഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു ഫാസ്റ്റ് ആയിട്ടുള്ള കണക്ടിവിറ്റി ഇതിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ടൈം പെയർ ചെയ്യുന്ന സമയത്തുള്ള ഡിലേ ഉണ്ടെങ്കിൽ പോലും പിന്നീട് നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെയാണ് കണക്ട് ആവുന്നത്. സോ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ പോകുന്ന ഈ ഒരു വീഡിയോയിലെ കഥാനായകനാണ്. ഇതാണ് നമ്മുടെ TWS എന്ന് പറയുന്നത്. ഹാഫ് ഇയർ TWS ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു TWS അത്യാവശ്യം നല്ല കോമ്പാക്ട് ഡിസൈനിലാണ്, നല്ലൊരു മാറ്റ് ഫിനിഷിലാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ആയിട്ട് ഈ ഒരു TWSന്റെ സൗണ്ട് ക്വാളിറ്റിയിലേക്ക് വരുവാണെങ്കിൽ 13 mm ഡൈനാമിക് ഡ്രൈവേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു സൗണ്ട് ക്വാളിറ്റി ഈ ഒരു TWS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹാഫ് ഇയർ ടൈപ്പ് TWS നോക്കുന്നവർക്ക് അത്യാവശ്യം നല്ലൊരു റെക്കമെൻഡേഷൻ ആയിട്ടുള്ള TWS തന്നെയാണിത്. അത്യാവശ്യം നല്ലൊരു സൗണ്ട് ക്വാളിറ്റി ഈ ഒരു TWS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആയിട്ട് TWSന്റെ ഗെയിമിംഗ് പെർഫോമൻസിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പൊ തന്നെ മസ്റ്റ് ബി ലൈക്ക് ചെയ്തേക്കുക. ഗെയിമിംഗ് പെർഫോമൻസിലേക്ക് വരുവാണെങ്കിൽ വളരെയധികം ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് പെർഫോമൻസ് ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. 30 ms ലോ ലേറ്റൻസി ഗെയിമിംഗ് മോഡ് അതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ ഗെയിം കളിച്ച് നോക്കിയ സമയത്ത് എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇതിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ഗെയിംസ് കളിക്കുന്ന സമയത്ത് യാതൊരു ഇഷ്യൂസ് വന്നിട്ടില്ല. അതായത് കണക്ടിവിറ്റി ലോസ്റ്റ് ആകുക, അതുപോലെ സൗണ്ട് ക്വാളിറ്റി ഇഷ്യൂ വരിക, അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല. ഗെയിം കളിക്കാൻ അത്യാവശ്യം നല്ലൊരു TWS തന്നെയാണിത്. സോ നെക്സ്റ്റ് ആയിട്ട് ഇപ്പോൾ ഇറങ്ങിയ TWS ഉള്ള പോലെ തന്നെ ഇതിനകത്തും ടച്ച് സെൻസേഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഈ ഒരു സെൻസേഴ്സിനകത്ത് നമുക്ക് വോളിയം ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനുള്ള ഫീച്ചേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ടുള്ളതും ആക്യുറേറ്റ് ഉള്ള ടച്ച് സെൻസേഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ആയിട്ട് മൈക്ക് ക്വാളിറ്റിയിലേക്ക് വരുവാണെങ്കിൽ ക്വാഡ് മൈക്ക് സെറ്റപ്പ് ആണ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു ഇയർബഡ്സിനകത്ത് 2 മൈക്ക് എന്ന രീതിയിലാണ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു ഡീസന്റ് പെർഫോമൻസ് ആണ് ഈ ഒരു മൈക്ക് ക്വാളിറ്റി എന്ന് വന്നിട്ടുള്ളത്. അത്യാവശ്യം ബെസ്റ്റ് ആയിട്ടൊന്നും പറയത്തില്ല, അത്യാവശ്യം നല്ലൊരു ഡീസന്റ് പെർഫോമൻസ് ആണ് മൈക്ക് ക്വാളിറ്റി ലഭിക്കുന്നത്. സോ നെക്സ്റ്റ് ആയിട്ട് ഇത്രയധികം ഫീച്ചേഴ്സ് ഉള്ള ഈ ഒരു TWSനകത്ത് അത്യാവശ്യം നല്ലൊരു ബാറ്ററി ബാക്കപ്പ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സിംഗിൾ ചാർജിലൂടെ 5 to 7 ഹവേഴ്സിന്റെ പ്ലേ ബാക്ക് ടൈം ലഭിക്കുന്നുണ്ട്. അതല്ലാതെ നമ്മൾ കേസ് ഉൾപ്പെടെ ഫുൾ ആയിട്ട് നോക്കുവാണെങ്കിൽ 40 ഹവേഴ്സിന്റെ പ്ലേ ബാക്ക് ടൈം ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലതായിട്ട് തന്നെയാണ് ഞാൻ ബാറ്ററി ബാക്കപ്പ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു 3 ഡേയ്സിന്റെ ബാറ്ററി ബാക്കപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗെയിം ഒക്കെ ഹെവി ആയിട്ട് യൂസ് ചെയ്താൽ പോലും ഒരു 2-3 ഡേയ്സിന്റെ ബാറ്ററി ബാക്കപ്പ് ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നോർമലായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അപ് ടു ഒരു 1 വീക്ക് ഒക്കെ നമുക്ക് ലഭിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഫൈനലി നമ്മുടെ ഇതിന്റെ ലോഞ്ചിങ് ഡേറ്റും പ്രൈസും ഒക്കെയാണ് ചെക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് 12th ഓഗസ്റ്റിനായിരിക്കും. ആ ഒരു ടൈമിൽ തന്നെ ആയിരിക്കും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ സ്റ്റാർട്ടിംഗ് പ്രൈസിലേക്ക് വരുവാണെങ്കിൽ, അതല്ലെങ്കിൽ ലോഞ്ചിങ് പ്രൈസിലേക്ക് വരുവാണെങ്കിൽ 1200 രൂപയാണ് ലോഞ്ചിങ് പ്രൈസ് ആയിട്ട് വന്നിട്ടുള്ളത്. അതിനുശേഷം 1500 രൂപയായിരിക്കും ഈ പ്രൊഡക്റ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. പ്രൈസ് നോക്കുന്ന സമയത്ത് അത്യാവശ്യം ഓക്കെ ആണെങ്കിൽ പോലും കുറച്ചുകൂടെ ലോ ആയിട്ടുള്ള പ്രൈസ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയേനെ. അതുപോലെ തന്നെ മേറ്റീവ് എന്ന ബ്രാൻഡിന്റെ ഫസ്റ്റ് പ്രൊഡക്റ്റ് ആണിത്. ഫസ്റ്റ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലപോലെ തന്നെ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ അവർ നോക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് പോയിന്റിൽ അത്യാവശ്യം ബെസ്റ്റ് ആയിട്ടുള്ള TWS തന്നെയാണിത്. സോ അതൊക്കെയാണ് നമ്മുടെ മേറ്റീവ് ബഡ്സിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇതിലും വെച്ച ടെക് വീഡിയോസ് ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം.